പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമുക്ക് ചുറ്റും വ്യത്യസ്തമായ ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരുണ്ട്. അവരെ നമ്മൾ പലരും ശ്രദ്ധിക്കാതെയും അറിയാതെയും പോകുന്നുണ്ട്. അത്തരത്തിലുള്ള ചിലരെ ഞങ്ങൾ A1 ചാനൽ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. ഞങ്ങളിപ്പോൾ വെറുതെ ചെറുപുഴ നമ്മുടെ പാലത്തിൻ്റെ അരികിലേക്ക് വന്നപ്പോൾ ഇവിടെ കുറച്ച് പേർ ഇവിടുന്ന് മീൻ പിടിക്കുകയാണ്. ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇതുപോലുള്ള ആൾക്കാരെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇനിയും A1 ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ്. ഇതുപോലുള്ള പരിപാടികൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കുക. പഠിക്കണേ പൊന്തിക്കുന്ന മോനെ പൊളി. ശരിടാ, മൈക്കെടുത്ത് വേണം. നന്ദു, ഇത് നന്ദു പ്രാപ്പോയിൽ സ്വദേശിയാണ്. ഇദ്ദേഹം കുറേ കാലമായിട്ടുള്ള മെയിൻ പരിപാടിയാണ് ഫിഷിങ്. അപ്പോൾ ഒരുപാട് 6 കിലോയിലധികമുള്ള മീനുകളെയും ഒരുപാട് മീനുകളെല്ലാം പിടിച്ചിട്ട് ഇപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഇവനൊന്ന് കണ്ടുകൊണ്ടിട്ട് ഇറങ്ങിയതാണ്. വെറുതെ ഒന്ന് ഞാൻ ക്യാമറ ഒന്ന് പിടിച്ചതാണ്. അപ്പോൾ തന്നെ ഒരു കറ്റീനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നിച്ച് സുഹൃത്തുക്കളെല്ലാം ഉണ്ട്. അപ്പോൾ ഏതായാലും നമ്മളിവിടെ വെറുതെ വന്ന് കണ്ട കാഴ്ചയാണ്. ഏതായാലും ഇങ്ങനൊരു മെയിൻ ഹോബിയാണ്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഓരോന്നും ചോദിക്കാം. ഓക്കെ, നമസ്കാരം. നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നന്ദു, പ്രാപ്പോയിൽ സ്വദേശിയാണ്. അപ്പോൾ നന്ദുവിൻ്റെ മെയിനായിട്ടുള്ള ഹോബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഷിംഗ് ആണ്. അപ്പോൾ നമ്മൾ ചെറുപുഴ പരിസര പ്രദേശത്തെല്ലാം പുഴയായിട്ട് അടുത്ത് അറിയുന്ന ഒരു യുവാവാണ്. അപ്പോൾ നന്ദു എത്ര കാലമായി ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് ഈ മീനിൻ്റെ ഫിഷിങ്ങുമായിട്ട്? 2-3 കൊല്ലമായി. അപ്പം ഒരുപാട് മീനുകളെ ഇതിനു മുമ്പ് പിടിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു കേട്ടു. ഈ നമ്മുടെ ചെറുപുഴയിൽ നിന്ന് ഏറ്റവും വലിയ മീൻ എത്ര കിലോയിൽ വരെ പിടിച്ചിട്ടുണ്ട്? 15 കിലോയിലധികം തൂക്കം വരുന്ന മീനുകളെ പോലും നന്ദു ഇവിടുന്ന് പിടിച്ചിട്ടുണ്ട്. ഈ ചെറുപുഴ പുഴയിൽ മാത്രമാണോ? ഇവിടെ മറ്റേതെല്ലാം സ്ഥലങ്ങളിൽ പോലെ എല്ലായിടത്തും പോകുന്നുണ്ട്. അപ്പോൾ കടലിൽ കാര്യംകോട് പോകാം. കടലിൽ പോയിട്ടുണ്ടോ? കടലിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിന് മെയിനായിട്ട് ഇത് തന്നെ പരിപാടി. ഇങ്ങനെ ഇതിലൊരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ ഇങ്ങനെ യാദൃശ്യമായിട്ട് ഇറങ്ങിയാണോ? ഹാപ്പിനെസ്. അപ്പോൾ ഇപ്പം തന്നെ നമ്മളിപ്പോൾ ജസ്റ്റ് അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന മാർഗം കൂടിയാണ്. സുഹൃത്തുക്കൾ ഉണ്ട്. പേരെന്താണ്? നന്ദു. ഇന്ന് നന്ദുവാണ്. അതെന്നാ ഒന്നിച്ച് എന്നാ പേര്? ബിജു. ഇവരെല്ലാം സുഹൃത്തുക്കളെല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ വരെ വന്നെയാണ് പുഴയുടെ അരികിൽ. അപ്പോൾ ഇവൻ ചൂണ്ടലിടുന്നത് കണ്ടു. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു തന്നെ നമുക്കൊരു മീനിനെ അവന് ലഭിച്ചു കഴിഞ്ഞു. അപ്പം പരിചയപ്പെട്ടവരാണ് പറഞ്ഞത് ഒരുപാട് ഇതന്നെയാണ് മെയിനായിട്ട് ഹോബി. അപ്പോൾ ഇവിടെ എല്ലാവർക്കും പരിചിതനുമാടെയാണ് ഈ പുഴയുമായി ബന്ധപ്പെട്ട് കാര്യംകോട് പുഴയിൽ എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളും മീനുകളെല്ലാം പിടിച്ച് നന്ദു ഈ സന്തോഷം കണ്ടെത്തുന്ന ഒരു യുവാവാണ്. നന്ദുവിൻ്റെ ഒപ്പമുള്ളത് പാവൽ സ്വദേശിയായ നമ്മൾ ബിജു ആണ്. ബിജു ഇന്ന് എന്താ ചൂണ്ടലെടുത്തില്ലേ? എങ്ങനെ ഇവിടുന്ന് ഈ പുഴയിൽ നിന്ന് ഒരുപാട് മീനുകൾ പിടിക്കലുണ്ടോ? പിടിക്കലുണ്ട്. വലിയ മീനിൽ എത്രത്തോളം പിടിച്ചിട്ടുണ്ട്? 12 കിലോ മീനിൽ പിടിച്ചു. ഈ വർഷം പിടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇപ്പോൾ കിട്ടിയ മീൻ ഏകദേശം എത്ര വെയിറ്റ് ഉണ്ടോ? 2 കിലോ കൂടുതലുണ്ട് അതല്ലേ? ഓക്കെ, ശരി എന്നാൽ.